അങ്കിൾ ടോം ടേസ്റ്റിലേക്ക് ഏവർക്കും സ്വാഗതം. ഇത് ടോയ്സിന്റെ പെങ്ങളും ഹസ്ബൻഡുമാണ്. ഞാൻ ഇന്ന് നിങ്ങളെ കൊണ്ടുപോകുന്നത് കൊല്ലം ജില്ലയിലെ ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷിശില്പം കാണുന്നതിനായിട്ട് ജഡായി പാറയിലേക്കും അതുപോലെ അഷ്ടമുടി കായലിന്റെ നടുവിലൂടെ നടക്കാൻ പറ്റുന്ന സാമ്പ്രാണിക്കോട്ടിലേക്കുമാണ് നിങ്ങളെ കൊണ്ടുപോകുന്നത്. ആദ്യം നമുക്ക് ജഡായി പാറയിലേക്ക് പോകാം. ഇതാണ് എൻ്റെ റിസപ്ഷൻ സെന്റർ, ടിക്കറ്റ് കൗണ്ടർ. നമുക്ക് ടിക്കറ്റ് എടുത്തിട്ട് വേണം മുകളിലേക്ക് പോകുവാനായിട്ട്. ഇത് മുകളിലാണ് ഈ ഭക്ഷ്യശില്പം നമുക്ക് കാണാൻ പറ്റുന്നത്. നിരപ്പിൽ നിന്നും 1200 അടി ഉയരത്തിലാണ് ഈ ശില്പം. ഈ ശില്പത്തിന് 200 അടി നീളവും 150 വീതിയും 75 അടി ഉയരവുമുണ്ട്. ഈ ഭക്ഷ്യശില്പത്തിന് നമ്മൾ മുകളിലേക്ക് പോകുന്നത് കേബിൾ കാറിലൂടെയാണ്. 4 കേബിൾ കാർ അടങ്ങിയ ഒരു സിസ്റ്റമാണ് ഇത്. കേബിൾ അങ്ങോട്ടും ഇങ്ങോട്ടും കേബിൾ കാർ പോയിക്കൊണ്ടിരിക്കും. അത് മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും, അത് നിർത്തത്തില്ല. ആ ചെറുതായിട്ട് താഴെ വന്നാലും അത് ചെറുതായിട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് അതിനകത്ത് കയറുകയും ഇറങ്ങുകയും ചെയ്യാം. ഇത് മുകളിൽ കാണുന്ന ഭാഗങ്ങളാണ് ഇതൊക്കെ. ഇത് ഒരു ഓപ്പൺ സ്റ്റേഡിയം ഒക്കെ മുകളിലുണ്ട്. പ്രോഗ്രാമൊക്കെ നടക്കുന്ന സ്ഥലമായിരിക്കാം. രാമായണത്തിൽ രാവണൻ സീതയെ തട്ടിക്കൊണ്ടു പോകുമ്പോൾ ജഡായു തടഞ്ഞു. രാവണന്റെ വെട്ടേറ്റ ജഡായു വീണത് ഈ പാറയുടെ മുകളിലാണ് എന്നാണ് വിശ്വാസം. ഈ ജഡായുവിന് ഒരു ചിറകില്ല കേട്ടോ. അത് രാവണൻ വെട്ടേറ്റ് വീണ ജഡായുവിന്റെ ഓർമ്മപ്പെടുത്തലാണ് ഈ ചിത്രം. മുകളിൽ ചെന്ന് വളരെ വലിയ ഒരു ശില്പമാണ് ജഡായുടേത്. ഞാൻ ഗന്ധർവൻ, ഗുരു എന്ന സിനിമകൾ സംവിധാനം ചെയ്ത രാജീവ് അഞ്ചൽ ആണ് ഈ ശില്പം ഉണ്ടാക്കിയത്. എത്ര മനോഹരമാണെന്നറിയാവോ? കൊല്ലം ജില്ലയിൽ പോയാൽ നിങ്ങൾ എന്തായാലും ഇവിടെ പോകണം കേട്ടോ. വളരെ ഭംഗിയാണ്. കണ്ടോ, ഇത് ആ കേബിൾ കാറിൻ്റെയാണ്. ഈ ഒരു വളയത്തിലൂടെയാണ് ആ കേബിൾ കാറിന്റെ സിസ്റ്റം നടക്കുന്നത്. കണ്ടോ, നമ്മുടെ ജഡായു ഇരിക്കുന്നത് കണ്ടോ. അതിന്റെ സൈഡ് വ്യൂ ഒക്കെയാണിത്. കേബിൾ കാറിലൂടെ അല്ലാതെ നമ്മൾക്ക് സ്റ്റെപ്പ് കയറിയും പോകാം കേട്ടോ. കേബിൾ കാറിലൂടെ പോകുമ്പോഴാണല്ലോ ഒരു രസം. ചെറുതായിട്ടൊരു ആടിയും മുലഞ്ഞും നമുക്ക് സൈഡ് വ്യൂ ഒക്കെ കണ്ടും ഒക്കെ വളരെ മനോഹരമായിട്ട് നമുക്ക് മുകളിലേക്ക് പോകാം. കണ്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും കേബിൾ കാർ പോകുന്നതും വരുന്നതുമാണ് ഈ കാണുന്നത്. നല്ല ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് ജഡായി പാറ. അതിന്റെ മുകളിൽ നിന്ന് എടുത്ത ആ വ്യൂസ് ആണ് കാണുന്നത്. വളരെ ക്ലീൻ ആണ്. വളരെ ക്ലീൻ ആണ് ഈ സ്ഥലം. അത് വളരെ നമ്മൾ മുകളിലേക്ക് വിടുന്നത് തന്നെ വളരെ ചെക്കിങ്ങിലാണ്. പ്ലാസ്റ്റിക് കവർ കൊണ്ടുപോകാൻ പറ്റത്തില്ല, കുപ്പി കൊണ്ടുപോകാൻ പറ്റത്തില്ല. വളരെ ക്ലീൻ ആണ്. മുകളിൽ ചെന്നാലും നമുക്ക് ചെറിയൊരു റെസ്റ്റോറൻ്റ് ഒക്കെ അവിടെ ഉണ്ട്. നമ്മൾക്ക് അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ കഴിക്കുന്നതിനും കുടിക്കുന്നതിനായിട്ടൊക്കെ അവിടെ ഒരു സൗകര്യമുണ്ട്. ആകാശം മുട്ടെ നിൽക്കുന്നത് പോലെ നമുക്ക് തോന്നും അല്ലേ? എന്തൊരു ഭംഗി. കൊല്ലത്ത് ഏതെങ്കിലും കാരണവശാൽ നമ്മൾ കൊല്ലം സൈഡിലേക്ക് പോവുകയാണെങ്കിൽ ഈ സ്ഥലമൊക്കെ കണ്ടിട്ടേ പോരാവുള്ളൂ കേട്ടോ. വളരെ ഭംഗിയാണ്. ഒത്തിരി ചാർജൊന്നുമില്ല. 2 പേര് പോയി ഈ രണ്ട് സ്ഥലവും സാമ്പ്രാണിക്കോടും ജഡായി പാറയൊക്കെ സന്ദർശിച്ച് വരുന്നതിന് 2500 രൂപയൊക്കെ 2 പേര് പോയാൽ ചിലവാകത്തുള്ളൂ. വളരെ ചീപ്പാണ്, എന്നാൽ വളരെ ക്വാളിറ്റി സർവീസുമാണ്. മുകളിലത്തെ ആ റെസ്റ്റോറൻ്റ് ആണ് ഈ കാണുന്നത്. ഇതാണ് ഒരു അമ്പലമുണ്ട്, അതിനോട് ചേർന്ന് ഒരു അമ്പലമുണ്ട്. അതാണിത്, ജഡായി പാറയോട് ചേർന്ന്. കണ്ടോ, ഇനി ഞങ്ങൾ പോയത് സാമ്പ്രാണിക്കോട്ടിലേക്കാണ്. ജഡായി പാറയുടെ ആ ഒരു പടമാണിത്. അടുത്ത സാമ്പ്രാണിക്കോട്ട് ബോട്ട് ജെട്ടിലേക്കാണ് പോയത്. ഏറ്റവും ആഴം കൂടിയ ഒരു കായലാണ് അഷ്ടമുടി കായൽ അല്ലേ?
കരയിലൂടെ വന്ന ബോട്ടിൽ കയറി അഷ്ടമുടി കായലിലൂടെ സഞ്ചരിച്ച് ഏതാണ്ട് ഒത്ത നടുക്കെത്തുമ്പോൾ അവിടെ ഇറങ്ങി നമുക്ക് നടക്കാന്നേ. എന്തൊരു അത്ഭുതം അല്ലേ? നമ്മൾക്ക് കായലിൽ കൂടി നടക്കാം. അതെങ്ങനെയാണ്? അത് ഈ മണ്ണിടിഞ്ഞും അത് മണ്ണും ഈ ചെളിയും ഒക്കെ കൂടി ഒരു തുരുത്തായിട്ട് നമുക്ക് അവിടെ ആ ഒരു ഭാഗം തീർന്ന നടുഭാഗം അവിടെ കൂടിയാണ് നമുക്ക് നടക്കാൻ പറ്റുന്നത്. വളരെ സേഫാണ്. നമ്മൾക്ക് അത് നമ്മൾക്ക് ആ ബോട്ടിങ്ങിൻ്റെ സൈഡ് വ്യൂ ഒക്കെയാണ് ഈ കാണുന്നത്. മണ്ണും എക്കലും ഒക്കെ അടിഞ്ഞ ഒരു തുരുത്തായി അത്. അപ്പോൾ അവിടെ ഈ കണ്ടൽക്കാടുകളും ഒക്കെ ഉണ്ട് ഒത്തിരി. നമുക്കതിന് ചുറ്റും നടന്ന് അതൊക്കെ കാണുവാൻ സാധിക്കും. അഷ്ടമുടിക്കായലിൻ്റെയൊക്കെ കൂടി നടക്കുക എന്ന് പറഞ്ഞാൽ വളരെ അത്ഭുതമല്ലേ അതൊക്കെ. അവിടെ സെക്യൂരിറ്റിയൊക്കെ നല്ല സെക്യൂരിറ്റി ഉണ്ട്. അവർ പറയുന്നതനുസരിച്ച് നമ്മൾ പോയാൽ മതി. എൻ്റെ ഫിനിഷിംഗ് പോയിന്റിൽ ഒരു കമ്പി അവർ നാട്ടിയിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് പോകാതിരുന്നാൽ മതി. പ്രായം ചെന്നവരും കുട്ടികളും ഒക്കെ ആസ്വദിക്കുന്നതായിട്ട് നമുക്ക് കാണാം. കരയിൽ നിന്ന് 35 കിലോമീറ്റർ ദൂരം കണ്ടൽ ചെടികളും അതുപോലെ ഈ തുരുത്തും ഒക്കെ ഉണ്ട്. അവിടെയാണ് നമുക്ക് ഇറങ്ങി നടക്കുവാൻ സാധിക്കുന്നത്. നമ്മൾ ബോട്ടിൽ പോകുമ്പോൾ ബോട്ടിൽ പോകുന്ന സൈഡ് വ്യൂ ആണ്. ബോട്ടിൽ കുറച്ച് പോയിട്ടാണ് നമ്മൾ നടുക്കാണ് നമ്മൾ ഇറങ്ങുന്നത്. നടുക്കിറങ്ങി നമുക്ക് കുറേ ദൂരം അങ്ങ് നടക്കാം. വളരെ ഭംഗിയാണ്. നല്ല പ്രകൃതിയൊക്കെ ആസ്വദിച്ച് ഒക്കെ നമുക്ക് പോവാൻ സാധിക്കും. കണ്ടോ, ഇതാണ് നമുക്ക് ഇറങ്ങി നടക്കാവുന്ന സ്ഥലം. വീഡിയോ ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.